ആദ്യം നമ്മൾ കപ്പൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് തൊലി കളയാം. അപ്പോൾ നമ്മൾ ഫ്രഷ് കപ്പ് വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കാൻ പോവാണ്. ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കുന്നുണ്ട്. അപ്പോൾ ഈ കപ്പ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതാ കപ്പ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിടുന്നുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അല്പം നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മറയൂർ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വാട്ടിയ വായയിലേക്ക് അരച്ച കപ്പ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ശർക്കര മിക്സ് ചെയ്ത തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വാഴയില ഒന്ന് മടക്കിയെടുക്കാം. ഇനി അത് ആവി കയറ്റി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറക്കുന്നുണ്ട്. ഇനി ഇത് എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അട ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് തുറക്കുന്നുണ്ട്. തണുക്കാതെ തുറന്നാൽ ഇതിങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കുന്ന ടെക്സ്ചറിലാണ് ഉണ്ടാവുക. അപ്പോൾ കപ്പ അരച്ചിട്ട് ഇതുപോലെ ഒരു അട ഉണ്ടാക്കി നോക്കൂ. ഒരു വെറൈറ്റി ഐറ്റംസ് അല്ലേ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഒട്ടിപ്പിടിച്ച മാതിരി കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഓക്കെ.